ഹലോ ഗൈസ്, ഇന്ന് നമുക്കില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പ് പോളൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ആയിട്ടാ. എനിക്ക് തോന്നുന്നത് നമ്മൾ പോളയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സോഫ്റ്റും മോയ്സ്റ്റും ആയിട്ടുള്ളതും നല്ല എന്താ പറയുക, കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടേ നിൽക്കാൻ തോന്നുന്നതായിട്ടുള്ള ഒരു പോളൻ്റെ റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിക്കണം. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു കപ്പ് പരിപ്പെടുക്കുക, അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിക്കുക, പച്ചവെള്ളം. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5-6 വിസിലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സോക്ക് ചെയ്യാത്തതുകൊണ്ടാണ് 5-6 വിസിൽ പറഞ്ഞത്. നിങ്ങളൊരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 വിസിലോണ്ട് തന്നെ സംഭവം കഴിയും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇടുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു പോളകളിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള പോള ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അത്രയും സിമ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു 5 വിസിലിന് ശേഷം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞ കേട്ടോ. ഇനി പരിപാടിയെല്ലാം ഈസിയാണ്. മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അതൊന്ന് ചൂട് പോയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് 5 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഈ ഒരു പോളക്ക് 5 മുട്ടയാണ് കണക്ക്. 1 കപ്പ് പരിപ്പാണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 5 മുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 5 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഏലക്കയാണ്. നല്ലൊരു ഏലക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഏലക്കക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ലംസ് പാടില്ല. നന്നായിട്ട് അരച്ചെടുത്തതിന് ഇതുപോലെ നല്ല ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. എൻ്റെ പരിപാടിയെല്ലാം സിമ്പിളാണ്. നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ പോളച്ചമ്മാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കാഷ്യൂ എസൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോളച്ചമ്പിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ എക്സ്ട്രാ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ പോളച്ചമ്പ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂറാണ് കുക്കിംഗ് ടൈം. അപ്പോൾ അടിയിൽ എന്തെങ്കിലും ഒരു തട്ടോ അല്ലെങ്കിൽ പഴയ മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പോളച്ചമ്പ് അതിൻ്റെ മേലിൽ വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ മേലിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. മൊത്തം 30 മിനിറ്റാണ് കുക്കിംഗ് ടൈം.
അങ്ങനെ ഇതാ 30 മിനിറ്റിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കടലപ്പരിപ്പ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് റെഡി ആയി നോക്കാൻ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് മേൽഭാഗം ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി മേൽഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. എന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടൊന്നുമില്ല. 30 മിനിറ്റ് കറക്റ്റ് ടൈം ആട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കടലപ്പത്തിരി അല്ലെങ്കിൽ കടലക്കപ്പോള, കടലപ്പരിപ്പ് പോള, അങ്ങനെ കുറേ പേരുണ്ട് ഇതിന്. അത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, ചെറിയൊരു എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചറിലുള്ളൊരു പോളയായിട്ട് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനോസ് വേൾഡ്. താങ്ക് യു.